പുള്ളിക്ക് കുറച്ചൊരു വിശ്വാസക്കുറവുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവും, പക്ഷേ ഹസ്ബൻഡ് വരത്തില്ല. ഇന്നിപ്പോൾ ഞങ്ങളെക്കാളും മുന്നിൽ ഒരുങ്ങി നിൽക്കുന്നത് ഇന്നെൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്. ഭയങ്കര വിശ്വാസമാണ്. താൻ ലഭിച്ച സൗഖ്യത്തെ താൻ മറച്ചു വെക്കുകയല്ല, തൻ്റെ ജീവിതത്തിൽ ദൈവം വലുത് ചെയ്തപ്പോൾ താൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. എൻ്റെ പേര് ഷാനി, ഇതെൻ്റെ ഹസ്ബൻഡ് രാജേഷ്. ഞങ്ങൾ വെള്ളയാണി ക്ഷേത്രം കഴിഞ്ഞ് ഊക്കോട് കല്ലിയൂരിനടയ്ക്കാണ് താമസിക്കുന്നത്. പുള്ളി തമ്പാനൂർ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നു. ജൂൺ 1-ാം തീയതി ഡ്യൂട്ടി ടൈമിൽ ബ്രെയിൻ സ്ട്രോക്ക് വന്നു. BP ഹൈ ആയി, മെമ്മറിയൊക്കെ പോയി, സംസാരിക്കാനുള്ള ആ ഒരു ശക്തിയൊന്നുമില്ലായിരുന്നു. വലത് കാലിന് ബലക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അമ്പലത്തറ ഗവൺമെൻറ് UPSL ടീച്ചറാണ്. ഞാനവിടെ സ്കൂൾ ഓപ്പണിംഗ് ഡേയുമായിട്ട് കുറച്ച് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് എന്നെ ഫോൺ ചെയ്ത് പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ പുള്ളിക്ക് ഓർമ്മയൊന്നുമില്ല, ഒരു വല്ലാത്ത കണ്ടീഷനായിരുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ 5-6 ദിവസം കിടക്കേണ്ടി വന്നു. വീട്ടിൽ കൊണ്ടുവന്നു. ട്രീറ്റ്മെൻറ്റിൽ തന്നെയായിരുന്നു. ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ മോൻ കാട്ടാക്കട ചർച്ചിലെ അംഗമാണ്. അവനാണ് ഞങ്ങളോട് വന്ന് ബ്രദറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഷാലോം ചർച്ചിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം അടിച്ചു നിന്നു. എന്നാലും അവൻ ഞങ്ങളെ നിർബന്ധിച്ച് വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ബ്രദറിനെ കണ്ടു, പ്രാർത്ഥിച്ചു, തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, മന്ത്ലി ചെക്കപ്പൊക്കെ ഉണ്ട്. പക്ഷേ പാസ്റ്റർ വന്ന് കണ്ടു, സംസാരിച്ചു. 2ാമത്തെ പ്രെയർ നടന്നപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു. 2 വീലർ ഓട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇന്നിപ്പോൾ 4 വീലറും ഓട്ടിക്കുന്നുണ്ട്. ഡ്യൂട്ടിക്കും പോയി തുടങ്ങി. വലിയവനായ കർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന വലിയ ഒരു നന്മയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. പുള്ളിക്ക് കുറച്ചൊരു വിശ്വാസക്കുറവുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോവും, പക്ഷേ ഹസ്ബൻഡ് വരത്തില്ല. ഞാനും മക്കളും പോവും. ഞങ്ങൾ രാവിലെ വിളിച്ചുണർത്തിയിട്ട് പറയും നിങ്ങൾ പൊക്കോന്ന് പറയും, പക്ഷേ വരില്ല. ഇന്നിപ്പോൾ ഞങ്ങളെക്കാളും മുന്നിൽ ഒരുങ്ങി നിൽക്കുന്നത് ഇന്നെൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എൻ്റെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചത്, ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങളെക്കാളും മുൻപന്തിയിൽ ഹസ്ബൻഡ് പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാമായി ജീവിക്കുന്നു. കഴിഞ്ഞ ചെക്കപ്പിന് പോയപ്പം പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ നോർമലായിട്ടുണ്ട്. ദൈവത്തിന് കോടി നന്ദിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താനിങ്ങനെയാണ് പറഞ്ഞത്. കുഞ്ഞമ്മയുടെ മകൻ രതീഷ് എന്ന് പറയുന്നൊരു വ്യക്തി നിർബന്ധിച്ച് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് കയറിയാൽ മതി, കൊണ്ടിറക്കാം, തിരിച്ചു കൊണ്ടുവിടാം, അന്ന രീതിയിൽ ഫുൾ അത്രയ്ക്കും പ്രഷർ ചെയ്ത് ഇവരെ കൊണ്ടുവന്നു. ഇന്ന് താൻ ഒറ്റ വാക്കിലാണ് യേശുവിനെ നന്ദി എന്ന് പറഞ്ഞെങ്കിലും സ്വർഗം ഏറ്റവും സന്തോഷിക്കുന്നൊരു നിമിഷമാണത്. ഹല്ലേലൂയ. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത അത്രയും വലിയൊരു കാര്യമായതുകൊണ്ടാണ് ഇന്ന് താൻ മൈക്ക് ചോദിച്ചു ഒരൊറ്റ വാക്കിലാണെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അത്രത്തോളം വലുത് ദൈവം ചെയ്തതിനോർത്ത് ആ ദൈവത്തിന് ഒന്നും കൂടെ മഹത്വം കൊടുത്താട്ടെ. താൻ ലഭിച്ച സൗഖ്യത്തെ താൻ മറച്ചു വെക്കുകയല്ല, തൻ്റെ ജീവിതത്തിൽ ദൈവം വലുത് ചെയ്തപ്പോൾ താൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഇത് തന്നെയാണ് ആമേൻ ഒരിക്കൽ ശമരിയ സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ മഷിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇവനെ ഓടി നടന്ന് അവളെല്ലാവരോടും പോയി പറഞ്ഞു ഞാൻ മശീഹയെ കണ്ടു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ ഇന്ന് സ്വാർത്ഥ താല്പര്യത്തോടെ നമ്മൾ മാത്രം ആ യേശുവിൻ്റെ സ്നേഹവും ആ യേശുവിൻ്റെ കരുണയൊക്കെ അനുഭവിക്കുന്നു, അതോ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇന്ന് ബ്രദറിൻ്റെ ജീവിതത്തിൽ വലുത് ചെയ്തപ്പോൾ ഇന്ന് വിശ്വസ്തയോടെ ആമൻ ആ യേശുവിൻ്റെ സ്നേഹം താൻ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നു.